ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫിഷ് കട്ടിങ് സ്കേർട്ടാണ്. അതെങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ലൈനിങ് തുണി ക്രേപ്പാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്റർ എടുത്തിട്ടുണ്ട്. സ്കേർട്ടിനും ടോപ്പിനും കൂടെ നെറ്റ് സ്കേർട്ടിന് മാത്രമായിട്ട് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വർക്കുള്ള നെറ്റിൻ്റെ മെറ്റീരിയലും 1 മീറ്റർ എടുത്തിട്ടുണ്ട്. സ്കേർട്ടിനും ടോപ്പിനും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനിതാ ലൈനിങ് തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. ലെങ്ത്ത് 9 ഇഞ്ച് അടയാളപ്പെടുത്തണം. ലെങ്ത്ത് 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് വേണം. വേസ്റ്റ് റൗണ്ട് അളവെടുത്തിട്ട് അതിൽ കൂടെ നമ്മൾ 2 ഇഞ്ച് ആഡ് ചെയ്യണം. എന്നിട്ട് വേണം വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താൻ. എനിക്ക് വേസ്റ്റ് റൗണ്ട് 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 7 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ വേസ്റ്റ് റൗണ്ടിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തുക. അപ്പോൾ 7ആണ് വേസ്റ്റ് റൗണ്ട് എടുത്ത്. അപ്പോൾ അവിടുത്തെ റൗണ്ട് 7.5 എടുക്കുക. ഇനി ഇവിടെ താഴെ നമ്മൾ 7 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുക. ഇനി അതൊന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ കൂടെ 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് എത്രയാണ് വേണ്ടത് വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അത് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ അതാ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ആ ലൈനിങ് കട്ട് ചെയ്തത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് അതേ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിങ് തുണി ഈ ഒരു മെറ്റീരിയലുമേ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. 2 വശം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ ഈ ലൈനിങ് 2 വശത്തും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്ക് ഇടാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് 3.5 ഇഞ്ചാണ് വരിക. ആ 3.5 ഇഞ്ചിൽ നമ്മൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇനി നമ്മൾ ടെക്കിൻ്റെ ലെങ്ത്ത് ഒരു 4.5 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. 4.5 ഇഞ്ച് താഴേക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. ഇത് അപ്പുറത്തെ വശത്തും അടയാളപ്പെടുത്തിയെടുക്കുക. ഈ 2 പീസിലും ഇതുപോലെ ടക്ക് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു 2 പീസിൽ നമ്മൾ ഇതുപോലെ ടക്കിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യണം. ഇതേ ഷേപ്പിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ പകുതി വരെ നമ്മൾ സിബ് വെക്കണം.
പിന്നീട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇൻവിസിബിൾ സിബ്ബാണ് വെക്കുന്നത്. അപ്പോൾ അതാ സിബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഈ സിബ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ഇനി അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് വേസ്റ്റ് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ലൈനിങ് തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതും ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഈ സ്കേർട്ടുമ്മേ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേസ്റ്റ് ബാൻഡ് ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് കൂടുതൽ വെച്ചിട്ട് പൊട്ട ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേസ്റ്റ് ബാൻഡ് റൗണ്ടിൽ അടിച്ചതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതാ ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഒന്ന് നീളത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതാ വേസ്റ്റ് ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് ബാൻഡിൻ്റെ ഇവിടെ ഹുക്ക് വെക്കുന്ന ഈ ഭാഗത്ത് ഞാൻ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം, കൂടുതൽ എടുക്കണം എന്നില്ല. ഇനി നമുക്കിതാ ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് തുണി ഇതുപോലെ കോണായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ റൗണ്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ട് ലെങ്ത്തും അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നെറ്റ് പീസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് ഈ അരുവശം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എത്രയാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഇനി ബാക്കിയുള്ളത് ആ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് നെറ്റ് കട്ട് ചെയ്തെടുക്കാം നമുക്ക്.
ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഈ ലൈനിങ് തുണി ഈ സ്കേർട്ടിൻ്റെ ഇവിടുത്തെ ഈ റൗണ്ടിൻ്റെ അളവിനനുസരിച്ചിട്ടൊന്ന് അവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമുക്ക്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ നെറ്റിൻ്റെ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 2 പീസും ഒന്ന് നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം. അപ്പോൾ ഈ ലൈനിങ്ങും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പീസ് നെറ്റും ഫ്രില്ലിട്ടിട്ട് അതും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെറ്റും ഈ ലൈനിങ്ങും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം നമുക്ക്. നെറ്റും ഒക്കെ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ്. അപ്പോൾ അതാ ഇനി ഇതിൻ്റെ വേസ്റ്റ് ബാൻഡും ഹുക്കും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞ്. അപ്പോൾ അതാ ഇതുപോലെയാണ് ഫിഷ് കട്ടിങ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.